മസ്തിഷ്ക മരണ നിർണയം സ്ഥിരീകരിക്കുന്നത് കുറഞ്ഞതോടെ അവയവങ്ങൾക്കായുള്ള രോഗികളുടെ കാത്തിരിപ്പ് നീളുന്നു എന്നതാണ്. എന്നാൽ ഈ കേസ് ഓട്ടോയിലെ പ്രശ്നത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞ മോഹൻദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഗോകുൽനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽനാഥ്, ഒരു കുത്തനെയുള്ള കുറവാണ് ഈ അവയവദാനത്തിൽ നമ്മൾ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഡോക്ടർ മോഹൻദാസ് ഉന്നയിച്ച വിഷയം തന്നെയാണ്. അദ്ദേഹം പങ്കുവെച്ച കുറിപ്പ് ശരിവെക്കുന്നതാണ് നമ്മളിപ്പോൾ പങ്കുവെച്ച ഈ കണക്കുകളും. കേസ് ഓട്ടോയിൽ ഒന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? വിനിത, തീർച്ചയായും പല ഡോക്ടർമാർ ഇത്തരത്തിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും അതേ തുടർന്ന് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതാണ്. എന്തായാലും ഡോക്ടറുടെ ഈ പോസ്റ്റിന് ശേഷമാണ് ഈ കണക്കുകൾ കൂടുതൽ പരിശോധിക്കാൻ തുടങ്ങിയതും ആ പരിശോധനയിൽ കണക്കുകളിൽ വ്യക്തമായ കുറവുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ കേന്ദ്രീകരിച്ചുള്ള ആശുപത്രികളിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് വളരെയധികം കുറഞ്ഞു. 2015 കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം മസ്തിഷ്ക മരണം സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് 79ഓളം കേസുകൾ ഇത്തരത്തിൽ സ്ഥിരീകരിക്കുകയും തുടർന്ന് അവയവദാനം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരാൾക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് 7ഓളം പേർക്ക് ജീവിതത്തിലേക്കുള്ള പുതുജീവനുള്ള വഴി തുറക്കുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഏറ്റവും എടുത്തു പറയേണ്ടത് ഡോക്ടർമാർക്കുള്ളിലെ ഭീതിയും ഭയവും ഒക്കെയാണ്. കൊല്ലം സ്വദേശിയായിട്ടുള്ള ഡോക്ടറാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് വലിയ നൂലാമാലകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. അതേ തുടർന്നാണ് ഡോക്ടർമാർക്കുള്ളിൽ ഭീതി ഉണ്ടായത്. ഇതേ തുടർന്ന് ഡോക്ടർമാരുടെ സംഘടന കേസ് ഓട്ടോയെ സമീപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും നമുക്കറിയാം, മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കണമെങ്കിൽ 4 അംഗ ഡോക്ടർമാരുടെ സമിതി ചേരണം. ആ സമിതി രൂപീകരിച്ച് ചേർന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഒരു നിർണയത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. പക്ഷേ അപ്പോഴും ഈ ഡോക്ടർമാരുടെ ഭീതി തന്നെ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്തു. ഇത് കേസ് ഓട്ടോയെ അറിയിക്കുകയും ചെയ്തതാണ്. കേസ് ഓട്ടോ എന്നാൽ ഈ കാര്യത്തിലൊന്നും വ്യക്തമായ നടപടികൾ എടുക്കാത്തത് തന്നെയാണ് ഇത്തരത്തിൽ ഈ കണക്കുകളിൽ വലിയ ഗണ്യമായ കുറവുണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വളരെയധികം ഗണ്യമായി കാര്യങ്ങൾ കുറഞ്ഞു. 2017 എത്തുമ്പോഴാണ് ഏറ്റവും അധികം കുറഞ്ഞു തുടങ്ങിയതെന്നുള്ളതാണ് ഡോക്ടർ മോഹൻദാസിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ്. അതായത് മൃതസഞ്ജീവനി ഉണ്ടായിരുന്ന സമയത്ത് ശക്തമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ അവയവദാനവും അതേപോലെ തന്നെ മസ്തിഷ്ക മരണങ്ങളും സ്ഥിരീകരിക്കുന്ന ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ തന്നെ ഗണ്യമായ കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ ഈ 2 ഡോക്ടർമാർ മാറിയതുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കണക്കുകളിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ കൃത്യമായി തന്നെ മസ്തിഷ്ക മരണങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മസ്തിഷ്ക മരണങ്ങൾ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രി, അമൃത ആശുപത്രി, ലേക്ക് ഷോർ ആശുപത്രി തുടങ്ങിയവയിലൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. അവിടെ ഏറ്റവും അധികം കൂടുതലും ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ വർഷം ആരംഭിച്ചപ്പോൾ ഒരു മസ്തിഷ്ക മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത്. മറ്റു പ്രൈവറ്റ് ആശുപത്രികളിൽ 10ഓളം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ ആയിരിക്കാം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരെ പിൻവലിപ്പിക്കുന്നത്. ഡോക്ടർ മോഹൻദാസ് ഉയർത്തിയ വിഷയം വളരെ ഗൗരവമുള്ളതാണെന്നാണ് ഗോകുൽനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്.